ഏതായാലും പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നത് ഇവരുടെ അടിസ്ഥാനമാണ് എന്നതുകൊണ്ട് തന്നെ മൊല്ലാക്ക തുപ്പിയ നൂലിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയ വസ്ത്രം. മുസ്ലിമീങ്ങൾക്കിടയിൽ എന്താണ് ഹലാലായ ഭക്ഷണം? സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ചില വിമർശനങ്ങളെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും ഈ വിമർശകർ ആ വിമർശിക്കാനുള്ള കഴമ്പെന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ വസ്തുതയെ കൃത്യമായി ഒരു വിമർശനം നിലനിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പഠനമെങ്കിലും അവർ പഠിച്ചിട്ട് വിമർശനം നടത്തിയിരുന്നുവെങ്കിൽ ഏറെക്കുറെയൊക്കെ ഒപ്പിച്ചു പോകാമായിരുന്നു എന്നതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാനിത് ഇങ്ങനെ തന്നെ പറയാനുള്ള കാരണം, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില വോട്ട് പിടിക്കലിനു വേണ്ടി മാത്രം ഇസ്ലാമിനെ വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനു മുമ്പ് വിവാദമായ വിഷയങ്ങളാണ് അതിപ്പോൾ ഒന്നുകൂടി വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് എന്താണ് ഹലാല് ഹറാമ് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച് നൽകുന്നുണ്ട്. പക്ഷെ വിമർശിക്കാൻ വേണ്ടി ഹലാലായ ഭക്ഷണം വേണ്ട ഞങ്ങൾക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവർ ഉന്നയിച്ചു കൊണ്ടുവന്നത് മൊല്ലാക്കമാർ തുപ്പിയ ഭക്ഷണമാണ് ഹലാലായ ഭക്ഷണം എന്ന് മനസ്സിലാക്കി ഒരു കഴമ്പില്ലാത്ത വിമർശനം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ അത് പറയുന്ന ആളുകൾ തന്നെ മുസ്ലിമീങ്ങളുടെ ഹോട്ടലിൽ കയറി കഴിക്കുന്നു, അവരുടെ ഇഫ്താറുകളിൽ പങ്കെടുക്കുന്നു, അവർ ഭക്ഷ്യഭക്ഷണം ഏറ്റവും നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നു എന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നത് ഇവരുടെ അടിസ്ഥാനമാണ് എന്നതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അവരെ വിമർശിക്കാനില്ലെങ്കിൽ പോലും സാധാരണക്കാരായ ആളുകളെ മുസ്ലിമീങ്ങൾക്കിടയിൽ എന്താണ് ഹലാലായ ഭക്ഷണം എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു സംസാരം. ഹലാലായ ഭക്ഷണം എന്ന് സിമ്പിളായി പറഞ്ഞാൽ നല്ലതായ ഭക്ഷണം, ആരെയും പറ്റിക്കാത്ത, വഞ്ചിക്കാത്ത നല്ല ഭക്ഷണം ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ ചില കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ പറയുന്നിടത്ത് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ ചില ആയത്തുകൾ കാണാൻ കഴിയും. നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കണം, നമ്മൾ കുടിക്കുന്നത് നല്ലതായിരിക്കണം, നമ്മൾ ധരിക്കുന്നത് നല്ല രൂപത്തിൽ സമ്പാദിച്ചതായിരിക്കണം. ഈ നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ? ആരെയും പറ്റിക്കാതെ നേടിയ സമ്പത്തായിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം ഉള്ളതിൽ നല്ലതായിരിക്കണം, കേടുവന്നത് കഴിക്കാൻ പാടില്ല, അത് ശരീരത്തിന് ഹാനികരമാണ്. കുടിക്കുന്നത് അങ്ങനെ തന്നെയാണ്, നല്ലത് കുടിക്കണം, മോശപ്പെട്ടത് കുടിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല. ഇത് ശരീരത്തിനെ പ്രയാസപ്പെടുത്തും. ശരീരത്തെ പ്രയാസപ്പെടുത്തുക മാത്രമല്ല, അത് ബുദ്ധിയെ പോലും മരവിപ്പിച്ച് കളയും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ സമ്പത്ത് ഹലാലാകണം. അപ്പോൾ നമ്മുടെ ബിസിനസ് ഹലാലായ നല്ല രൂപത്തിലായിരിക്കണം, അല്ലാതെ മൊല്ലാക്ക ഓതിത്തുപ്പിയ സമ്പത്ത് എന്നല്ല അതിനർത്ഥം. അതുപോലെ വസ്ത്രം ഹലാലായിരിക്കണം എന്ന് വെച്ചാൽ മൊല്ലാക്ക തുപ്പിയ നൂലിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയ വസ്ത്രം എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നതുപോലെ ഹലാലായ ഭക്ഷണമായിരിക്കണം എന്ന് പറഞ്ഞാൽ മൊല്ലാക്ക തുപ്പിയത് എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് നല്ല സമ്പത്ത് കൊണ്ട് വാങ്ങിയതായിരിക്കണം. അതുപോലെ തന്നെ ഇറച്ചിയോ മറ്റോ ആണെങ്കിൽ, അറുത്ത മാംസങ്ങളാണെങ്കിൽ അത് ബിസ്മി ചൊല്ലിക്കൊണ്ട് അറുത്തതായിരിക്കണം. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അതല്ലാതെ ഈ കഴമ്പില്ലാത്ത വിമർശനം വിമർശിക്കുന്ന ഇസ്ലാമിക വിമർശകരായ, അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ 4 വോട്ടിനു വേണ്ടി പലതും പറയുന്ന ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താണ് ഹലാലാണെന്ന് തിരിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞാലേ ആളുകൾക്ക് മുമ്പിൽ കയ്യടി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് പ്രശസ്തി നേടാൻ കഴിയുള്ളൂ എന്നതുകൊണ്ട് മാത്രം ഇവർ പറയുന്നു എന്നതല്ലാതെ ഇവർക്ക് യാതൊരു കഴമ്പുമില്ല. ഇനി വിശുദ്ധ ഖുർആനിൽ വന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. യസ്അലൂനക മാദാ ഉഹില്ല ലഹും, ചില ആളുകൾ ചോദിക്കുകയാണ്, സൂറത്തു മാഇദയിലെ 4-ാമത്തെ ആയത്ത്, എന്താണ് അവർക്ക് ഹലാലായി ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹു മറുപടിയായി പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഉഹില്ല ലക്കുമുത് ത്വയ്യിബാത്ത്, ത്വയ്യിബായത് നല്ലതിനെന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ നല്ലതല്ലാത്തതെല്ലാം ഹറാമാണ് എന്ന് വെച്ചാൽ മൊല്ലാക്ക ഊതി തുപ്പിയതെല്ലാം ഹലാലാണ് എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് നല്ലതെന്തൊക്കെയുണ്ടോ അതെല്ലാം ഹലാലാണ്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, ഇതെല്ലാം ഹലാലാണ്. നല്ല വാഹനം ഒക്കെ ഹലാലാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് പറയാണ്, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നല്ലതായ ഭക്ഷണം നിങ്ങൾ എന്ത് ചെയ്യുക, ഭൂമിയിൽ നിന്ന് കഴിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഭൂമിയിൽ അതല്ലാത്ത മറ്റു ചില വസ്തുക്കളും ഭക്ഷണങ്ങളും ഉണ്ട്. വിഷം നല്ലതല്ല, അത് കഴിച്ചാൽ ഒരാൾ മരിച്ചു പോകും. എന്നതുകൊണ്ട് തന്നെ ത്വയ്യിബായത്, മാന്യമായതും നല്ലതായതുമായ ഹലാലായ ഭക്ഷണം കഴിക്കണം. അയൽവാസിയുടെ വീട്ടിൽ ഒരു മാങ്ങയുണ്ട്, അത് നമുക്ക് എടുക്കൽ അനുവദനീയല്ല, ചോദിച്ചിട്ടല്ലാതെ. ചോദിക്കാതെ എടുത്താൽ അത് ഹറാമാകും. അതാണ് ഹലാല് ഹറാമ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവരിതൊക്കെ ചെയ്യും, അനുവാദം ഇല്ലാതെ മറ്റുള്ളവരുടെ ഭക്ഷണം, മറ്റൊരു വ്യക്തിയുടെ വസ്തുവിലെ മരങ്ങളിൽ നിന്ന് മാങ്ങ പറിച്ചും മറ്റുമൊക്കെ കഴിച്ചും ഇവർ അവരുടെ തടിയെ നന്നാക്കും. എന്നിട്ട് പറയും, മൊല്ലാക്ക ഊതിയ തുപ്പിയ ഭക്ഷണമാണ് മുസ്ലിങ്ങൾ കഴിക്കുന്നത്, അതാണ് ഹലാലായ ഭക്ഷണം. എന്നാൽ മനസ്സിലാക്കുക സഹോദരന്മാരെ, ഹലാല് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദനീയമായത് എന്നാണ്, അത് നല്ല മാർഗത്തിൽ സമ്പാദിച്ചത് എന്നാണ്. അയൽവാസിയുടെ അനുവാദമില്ലാതെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് അവന്റെ വീട്ടിലെ പറമ്പിലെ മാങ്ങ പറിച്ച് കഴിച്ചാൽ അത് ഹലാലല്ല. അതുപോലെ അന്യന്റെ
സമ്പത്തിനെ അപഹരിച്ചാൽ ആ സമ്പത്ത് ഹലാലല്ല, ആ സമ്പത്ത് കൊണ്ട് വാങ്ങിക്കഴിച്ച ഭക്ഷണം ഹലാലല്ല, ആ സമ്പത്ത് കൊണ്ട് വാങ്ങി ധരിച്ച വസ്ത്രം ഹലാലല്ല. അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. അതായത് മനുഷ്യനെ നന്മയിലേക്കും ഏറ്റവും നല്ല അവസ്ഥയിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ അവൻ കഴിക്കുന്നതും ധരിക്കുന്നതും അവന്റെ സമ്പാദ്യവും എല്ലാം നല്ല മാർഗത്തിലാകാൻ ഇസ്ലാം നിശ്ചയിച്ച നന്മയുടെ വാതിലാണ് ഹലാല് എന്നത്. അതിന്റെ തിന്മയുടെ മറ്റൊരു വശമാണ് ഹറാമ് എന്നത്. പന്നിമാംസം ഹറാമാണ്, അത് നല്ലതല്ലാത്തതുകൊണ്ടാണ്. നായ, അതിന്റെ മാംസം ഹറാമാണ്. ഇങ്ങനെ തുടങ്ങി മോഷ്ടിക്കലും പിടിച്ചുപറിക്കലും പലിശയും ഇതെല്ലാം ഹറാമാണ്, അത് നല്ലതല്ലാത്തതുകൊണ്ടാണ്. അത് മനുഷ്യനെ തെറ്റിലേക്കും മോശത്തരത്തിലേക്കും തിന്മയിലേക്കുമൊക്കെ കൊണ്ടു നയിക്കുന്നതുകൊണ്ട് അതെല്ലാം ഹറാമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാം എപ്പോഴും നന്മയും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെ ഏറ്റവും നല്ല ചൊവ്വായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇവർ വീണ്ടും പറയുന്നു മൊല്ലാക്ക ഊതി തുപ്പിയതാണ് ഹലാലായ ഭക്ഷണം. ഈ വിമർശനത്തിന് യാതൊരു കഴമ്പുമില്ല എന്നത് എൻ്റെ തുടക്കത്തിലെ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു. ആദ്യം ജനങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞു. രണ്ടാമത് എല്ലാ ജനങ്ങളും ഇത് ഒരുപക്ഷെ നന്നായിക്കൊള്ളണം എന്നില്ല. ഇതുപോലെയുള്ള ചില ആളുകൾ, വിമർശനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അള്ളാഹ് വീണ്ടും വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്നാണ്. വിശ്വാസികൾ ഏതായാലും ശ്രദ്ധിക്കണം. ജനങ്ങളോട് പൊതുവായി പറഞ്ഞു, എന്നാൽ വിശ്വാസികൾ ഏതായാലും ശ്രദ്ധിക്കണം എന്ന വിഷയത്തിൽ അള്ളാഹു പറയണ യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ അത് അടിസ്ഥാന തത്വമാണ്. ആരാധന അള്ളാഹുവിന് മാത്രം, അതല്ലാതെ ഒരു സൃഷ്ടിക്കും ഒരാൾ ദൈവത്തിനും. ഇപ്പം ചില ആളുകളൊക്കെ വിവസ്ത്രരായ ആണുങ്ങളെ ദൈവമാക്കി കാണുന്ന ചില സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ഉണ്ട്, ആദർശങ്ങൾ വരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മെ എല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. അത് അംഗീകരിക്കുന്ന വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും. നാം നിങ്ങൾക്ക് ഉപജീവനമായി നൽകിയതിൽ ഏറ്റവും നല്ലതിനെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നുള്ള പറയാൻ. ഇതേ കൽപ്പന തന്നെയാണ് പ്രവാചകന്മാരോടും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. യാ അയ്യുഹർ റുസുൽ കുലൂ മിൻ ത്വയ്യിബാത്തി വഅമലു സാലിഹ. അല്ലാഹ് പറയാണ്, പ്രവാചകന്മാരെ നിങ്ങൾ നല്ലത് ഭക്ഷിക്കുകയും അതുപോലെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ മുഷ്തബിഹാത്ത് ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. ഹലാല് വ്യക്താണ്, ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ലതൊക്കെ വ്യക്തമാണ്. മൊല്ലാക്ക ഊതി തുപ്പിയത് നല്ല അർത്ഥം. മറിച്ച് അനുവദനീയമായ കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നു. ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹറാമായ അനുവദനീയമല്ലാത്ത മ്ലേച്ഛമായ തെറ്റിലേക്ക് നയിക്കുന്ന ഹറാമായ കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ചില അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട് എന്ന് പ്രവാചകൻ തന്നെ പറയുന്നു. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. ജനങ്ങളിൽ അധികം ആളുകൾക്ക് അതറിയില്ല. അത് പണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ ആ രൂപത്തിൽ പഠിച്ച ശരിയാവണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അത്തരം ആളുകളോട് ചോദിച്ചു പഠിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അങ്ങനെ അവ്യക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഫമനിത്തഖ ശുബ്ഹാത്ത്, ആരെങ്കിലും അത്തരം അവ്യക്തമായ കാര്യങ്ങളിൽ തഖ്വയോടുകൂടി സൂക്ഷ്മതാബോധത്തോടുകൂടി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഇർളിഹി, അവൻ അവൻ്റെ ദീനിനെയും അവൻ്റെ അഭിമാനത്തെയും സംരക്ഷിച്ചു എന്നാണ്. അതുകൊണ്ട് ഈ വിമർശകരെ സംബന്ധിച്ചിടത്തോളം ഹലാല് ഹറാമ് എന്ത് എന്ന ബാലപാഠം പോലും ഇല്ലാത്ത ആളുകളാണ് ഇവർ ഇങ്ങനെ മൊല്ലാക്ക തുപ്പിയ ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാൻ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമായത്, പ്രത്യേകിച്ച് അറുത്ത മാംസമാണെങ്കിൽ ആ അറുക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലണം എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഹലാലായ ഭക്ഷണം എന്ന് എഴുതി വച്ചിട്ടുണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസ്മി ചൊല്ലി അറുക്കാത്ത ഭക്ഷണം അത് അനുവദനീയമല്ല. അള്ളാഹുവിൻ്റെ നാമം ചൊല്ലി അറുക്കണം. അത് ഏത് ഉരുവിനെയാണെങ്കിലും, കോഴിയാണെങ്കിലും ശരി, കാളയാണെങ്കിലും ശരി, ഒട്ടകമാണെങ്കിലും ശരി, ആടാണെങ്കിലും ശരി, അത് ബിസ്മി ചൊല്ലി അറുക്കണം എന്നതു മാത്രമാണ് ഹലാല് എന്നതുകൊണ്ട് വിവക്ഷയാക്കുന്നത് എന്ന് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും സത്യത്തെ സത്യമായി ഗ്രഹിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.